ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ റൂം കണ്ട ഈ റൂം ഒന്ന് ക്ലീൻ ആക്കി. ഈ റൂമിൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുക ഇതൊന്ന് ഇവിടെ അടിക്കലും തുടക്കലൊന്നും ഇല്ല എന്നാൽ ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഈ റൂം ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല. ഡ്രസ്സൊക്കെ തയ്ക്കാനും പിന്നെ പഴയ തുണികളും പേപ്പേഴ്സും പഴയ ബുക്സൊക്കെ വെക്കുന്നതൊക്കെയാണ്. അങ്ങനെ ആരും അധികം കയറലൊന്നുമില്ല. നോമ്പിന് മുമ്പ് വൃത്തിയാക്കി പൂട്ടിയിട്ടതാണ്. വൃത്തിയാക്കി വെച്ച റൂം എന്താ ഇങ്ങനെ ഇവിടെ വെറുതെ തള്ളുന്നതാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനല്ല, അതിന് ഒരു കാരണം. ആ കാരണം എന്താ, ഈ വന്ന പുള്ളിക്കാരൻ ഇയാളപ്പുറം വേറൊരാളും കൂടി ഉണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കലാന്ന്. അതുകൊണ്ട് തന്നെ ഇരട്ടിപ്പണിയാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുമുണ്ട്. കുറച്ച് സമയം നല്ല കുട്ടിയായിട്ട് ഞാൻ പറയുന്നൊക്കെ കേട്ടിട്ടാണ് കണ്ടിരുന്നത്. പിന്നെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്ത പ്രകൃതി ആയതുകൊണ്ട് ഞാൻ മടക്കി വെച്ചതിൻ്റെ മേലെല്ലാം കയറി ഇറങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും കൊടുത്തിട്ട് ഞാൻ വരാം. ഇവിടെ ഇരിക്കേ ഉമ്മ ഇത് വൃത്തിയാക്കട്ടെ. അത് ഫുള്ളും കഴിക്കണേ. ഓറഞ്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നിർത്തി വെച്ചിട്ടൊന്ന് ബാക്കി തുടങ്ങാം. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരുന്നു. ഈ സാധനം നല്ല വൃത്തിക്ക് റോൾ ചെയ്തിട്ടുണ്ടായതാ. ഇതിൻ്റെ ഇപ്പോൾ കോലം കണ്ട. ഇത് വെറും തുടക്കം മാത്രമാണ്. ഇത് കൂടാണ്ട് നൂലും എലാസ്റ്റിക്കും അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്തൊന്നും മോനറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പണി പെട്ടെന്ന് തീരുന്നുണ്ട്. ഓന് താഴെ കളിക്കാൻ പോയിട്ടില്ലേ. പിന്നെയെന്ന് വെച്ചാൽ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് വെച്ചിട്ടാണ്. വെയിലും ചൂടും ഒക്കെ അല്ലേ, നോമ്പെടുത്തിട്ടാവില്ല എന്തായാലും. അതുകൊണ്ട് പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്ന് വെച്ച്. പിന്നെ കുട്ടികളുടെ വീട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ അവരത്ര പറഞ്ഞിട്ടും അടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കി വെച്ചാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർ അലങ്കോലാക്കി വെക്കും. എണീക്ക് പോന്നെ ആടെല്ലാം ചിച്ചി അതാ നോക്കിയേ. ചിച്ചിയെല്ലാം എൻ്റെ മേത്താവേ. എണീക്ക് വേഗം. ഓൻ്റെ മൂടെല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഓനെ കുളിച്ചു കൊടുത്തിട്ട് ഉറക്കിയിട്ട് നമുക്ക് ബാക്കി പണിയെടുക്കാം. അതേ പിന്നെ ഒന്നിനും സമ്മതിക്കുകയും ചെയ്യില്ല. ഓനെ കുളിച്ചു കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടാണ് ഞാൻ വീണ്ടും വന്നിട്ടില്ല. പിന്നെയുള്ള പണിയെല്ലാം പെട്ടെന്ന് തന്നെ ഒരുങ്ങി കിട്ടി. അവനുണ്ടായിട്ടില്ല. ഞാൻ ഒരു സൈഡിൽ നിന്ന് ഒരുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് വലിക്കാൻ ഓനില്ലാത്തതുകൊണ്ട് തന്നെ വേഗം ഒരുങ്ങി. അങ്ങനെ ഒരു 1-2 മണിക്കൂർ കൊണ്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കുറച്ചാൾ കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ ആവും. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബായ്.